മാറാതെ പോകുന്നു. മാമ്പൂക്കൾ പൂക്കൾ നീഹാരം പെയ്യാറാവെന്തേ നീറുന്നു. വേനലിൽ നീരുമായും പുഴയിലായി നീളും ഉരുകി. എൻ്റെ അമ്മേ, എന്തോന്നിത്! നാളെ പെണ്ണു വീട്ടുകാർ വരുന്ന സന്തോഷത്തിൽ പാട്ട് കേട്ട് കിടപ്പ. വൃന്ദയും സേതിയും ഒന്നിച്ച് മുറിയിലേക്ക് കയറി വന്നപ്പോൾ വിശ്വത്ത് ബെഡിൽ എഴുന്നേറ്റിരുന്നു. നാളെയാണ് നിളയുടെ വീട്ടിൽ നിന്നുള്ളവർ ചെക്കൻ്റെ വീട് കാണാൻ വരുന്നത്. ഇന്നലെ രാവിലെ തന്നെ വിശ്വത്ത് വീട്ടിലേക്ക് പോന്നിരുന്നു. അധികം വലിയ ചടങ്ങൊന്നും അല്ലെങ്കിൽ കൂടി വരുന്നവരെ നന്നായി സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ ഇതിനോടകം നടത്തി. ഇന്നലെ വീട്ടിൽ വന്നപ്പോൾ മുതൽ ഓരോ ആവശ്യങ്ങൾക്കായുള്ള നടത്തമായിരുന്നു അവൻ. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് റൂമിൽ വന്ന് കിടന്നതേ ഒന്ന് വഴങ്ങിപ്പോയിരുന്നു. അതുകൊണ്ട് കിടന്നപ്പോൾ വെച്ച പാട്ട് ഓഫ് ചെയ്യാൻ മറന്നവൻ. കൈയെത്തിച്ച് ബെഡിൽ കിടന്ന ഫോൺ എടുത്ത് പാട്ട് ഓഫാക്കി. അപ്പോഴേക്കും രണ്ടും കൂടി അവനെതിരെ ബെഡിൽ വന്നിരുന്നു. റെജിൻ വന്നോ സേതി? ഇല്ല, പാറുവിൻ്റെ ഹോസ്റ്റൽ ഒരു ആവശ്യം വന്നുകൊണ്ട് ഇന്നലെ രാവിലെ നാട്ടിലേക്ക് പോയി. നാളെ നേരെ ഇങ്ങോട്ട് വരുന്ന പറഞ്ഞത്. ഞാൻ അമ്മയ്ക്കും സേതുവിനൊപ്പം ഇങ്ങ് പോന്നു. അവരൊക്കെ ഉണ്ടോ? വിശ്വത്ത് വേഗം ബെഡിൽ നിന്നിറങ്ങി. പോവല്ലേ ചിത്തേട്ടാ, നാളെ നിലച്ചേച്ചി വരുമോ? നീ വിളിച്ച് ചോദിക്കടി. വിശ്വത്ത് ബാത്റൂമിൽ പോയി മുഖമൊന്ന് കഴുകി വന്നു. ഞാൻ വിളിച്ച് ചോദിച്ചു, ഒരു ഉറപ്പ് പറയുന്നില്ല ആള്. ജിത്തേട്ടൻ പറ, ചേച്ചി വരുമോ? നിങ്ങൾ കണ്ടപ്പോൾ എന്താ പറഞ്ഞത്? വൃന്ദ അവനെ വിടാതെ പിടിച്ചു. എന്ന് കണ്ടപ്പോ? ഞാനും അന്ന് പേര് വിളിക്ക് പോയപ്പോൾ തന്നെയാ അവളെ ലാസ്റ്റ് കണ്ടത്. അവൾ കുറച്ച് ദിവസമായി ഹോട്ടലിന്റെ കാര്യങ്ങളായി ബിസിയാണ്. സത്യത്തിൽ ഫോണിൽ കൂടി നല്ലോണം സംസാരിച്ച ദിവസങ്ങളായി. അതിന്റെ നല്ലോണം സങ്കടം ഉണ്ടെന്ന് തോന്നുന്നല്ലോ. അതായിരിക്കും പാട്ടൊക്കെ കേട്ടൊരു കിടത്തം. നീ ഇനി പുതിയ കണ്ടുപിടുത്തങ്ങളായി ഇറങ്ങിക്കോ. വിശ്വത്ത് അവരെ കടന്ന് പുറത്തേക്ക് ഇറങ്ങി. ഞാൻ നീലിമ ചേച്ചിനെ വിളിച്ചിരുന്നു. ചേച്ചിയോട് അവളെ എന്തായാലും കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സേതി പറഞ്ഞപ്പോൾ വൃന്ദയ്ക്ക് സമാധാനമായി. ഭാവിയിൽ നിനക്കിത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയല്ലേ ഈ ശുഷ്കാന്തി? അല്ലെന്ന് പറയുന്നില്ല. ഈ അമ്മാവന്മാരും അച്ഛനും അമ്മയും ഒന്നും അല്ലല്ലോ അവിടെ താമസിക്കാൻ പോകുന്നത്. ഞാനല്ല അവിടെ താമസിക്കുന്നത്. അപ്പൊ വീടും എനിക്ക് കാണണ്ടേ? ഇപ്പോ നിലച്ചേച്ചി ഈ അവസരം ഉപയോഗപ്പെടുത്തിയാൽ നാളെ എനിക്ക് ഇതും പറഞ്ഞ എൻ്റെ ചെക്കൻ്റെ വീട് കാണാലോ. ആദ്യം നിനക്ക് ചെക്കനെ കിട്ടുമോ നോക്ക്, എന്നിട്ടല്ലേ വീട്. അയ്യേ, ചിത്തേട്ടൻ പോയില്ലായിരുന്നോ? വൃന്ദ മുഖത്തെ ചമ്മലൊളിപ്പിക്കാൻ പാടുപെട്ടു. ചമ്മണ്ട, ആ ഫോൺ ഇങ്ങെടുത്ത് തന്നെ, ഞാൻ പോയിക്കൊള്ളാം. വൃന്ദ വേഗം ബെഡിൽ കിടന്ന ഫോൺ എടുത്ത് അവന് നൽകി. വിശ്വത്ത് നേരെ ഡൈനിങ് റൂമിലേക്കാണ് ചെന്നത്. അവിടെ വനജയും ബിന്ദുവും ശ്വേതയും കൂടി വെളുത്തുള്ളിയും സവാളയും നന്നാക്കി വെക്കുകയാണ്. നാളെ വരുന്നവർക്കുള്ള ബിരിയാണി വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതിനടുത്തുള്ള ചേച്ചിയെ ഏർപ്പാടാക്കിയിട്ടുമുണ്ട്. അതിലേക്കുള്ള തയ്യാറെടുപ്പുകളാണ് ഇതൊക്കെ. ചായ വേണ്ട ജിത്തു? വനജ അവനെ കണ്ടതും ഫ്ലാസ്കിൽ നിന്ന് ചായ പകർന്നു വെച്ചു. സേതു എന്തി ആൻറ്റി? അവനും അവർക്കൊപ്പം ഇരുന്നു. അവൻ പ്രസിഡന്റിന്റെ കൂടെ വീട്ടിലേക്ക് പോയി. അവിടെ നിന്ന് കുറച്ച് ചെയറൊക്കെ എടുത്തു വരാൻ. അവര് 10-12 ആളുള്ളൂ എങ്കിലും നമ്മൾ ഇവിടെ ഉള്ളവരൊക്കെ കൂടി ആകുമ്പോൾ ആളുകളായില്ലേ? പറയുന്നൊപ്പം വനജ ആളുകളൊന്ന് കണക്കുകൂട്ടി നോക്കി. ഇതൊക്കെ എന്തിനാ നിങ്ങൾ ചെയ്യുന്നേ? ആ ചേച്ചി വരില്ലേ? സവാള കൊണ്ട് കണ്ണ് നേറി അവനെ. ഐ, എൻ്റെ മോൻ്റെ പെണ്ണ് വീട്ടിൽ നിന്ന് വരുമ്പോൾ ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ? ഇതൊക്കെ ഒരു സന്തോഷമല്ലേടാ. എന്നതേ ഇവളെ കൂടി വിളിച്ചോണ്ടിരുത്ത്. അവൾക്കും എല്ലാ ചടങ്ങും അറിയണ്ടേ? റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന വൃന്ദയുടെ തലയിലൊന്ന് കൊട്ടിവിട്ടവൻ. ഇന്ന് വൈകാൻ നിൽക്കരുതെന്ന് അമ്മൂമ്മയുടെ നിർദ്ദേശമുള്ളതുകൊണ്ട് നില നേരത്തെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. 6 മണിയുടെ അവൾ വീട്ടിൽ വന്ന് കയറുമ്പോൾ നന്ദനും സീമയും വന്നിട്ടുണ്ട്. അച്യുതനും ഇന്ന് നേരത്തെ എത്തിയിട്ടുണ്ട്. അച്യുതനും നന്ദനും കൂടി നിശ്ചയത്തിന് ക്ഷണിക്കേണ്ടവരുടെ ലിസ്റ്റ് തയ്യാറാക്കുകയാണ്. അവനെ വിളിച്ചില്ലേ മോളെ? അവൻ എപ്പോഴാ എത്താ? ജിതിനേട്ടൻ ലേറ്റ് ആവില്ലെന്ന് പറഞ്ഞത്. നില തിരക്കിട്ട് റൂമിലേക്ക് ചെന്ന് ഫ്രഷ് ആയിട്ടാണ് നീലിമയുടെ അടുത്തേക്ക് ചെന്നത്. പെണ്ണുങ്ങളെല്ലാവരും ആ റൂമിലുണ്ട്. നാളെ പോകാനുള്ള ഡ്രസ്സൊക്കെ എടുത്തു വയ്ക്കുകയാണ്. നില എന്താ ഇടുന്നത്? സാരി എടുക്കുന്നുണ്ടോ? സീമയാണ് തിരക്കിയത്. ഞാൻ വരണോ? അവളൊന്ന് സംശയിച്ചു. അവര് വിളിച്ചതല്ലേ, പിന്നെന്താ? ഷീജ അവൾക്കായി 2 ചുരിദാർ എടുത്തു വെച്ചു. ഇന്ന് ഞാൻ പുറത്തു പോയപ്പോൾ വാങ്ങിയതാ. നീലിമ വന്ന് ഒരു ചുരിദാർ എടുത്തു നോക്കി. ഇത് ഇട്ടാൽ മതി. ബ്രൗൺ കളർ ചുരിദാർ അവൾക്ക് വെച്ച് ഭംഗി നോക്കി നീലിമ. അച്യുതാ, മോളെ കൊണ്ടുപോകണോ? അവര് വിളിച്ചെങ്കിലും മോളെ കൊണ്ട് ചെന്നാൽ അവിടെ വേറെ സംസാരമൊന്നും വരില്ലല്ലോ. അമ്മമ്മയ്ക്ക് ആശങ്കയാണ് ആരെങ്കിലും നിലയെ എന്തെങ്കിലും പറയുമോ എന്ന്. എത്ര ആള് വരുന്നതെന്ന് ചോദിച്ച് വിജയം വിളിച്ചപ്പോഴും മോളെ തീർച്ചയായും കൊണ്ടു ചെല്ലാമെന്ന് പറഞ്ഞിരുന്നു. ഇനി അതിൽ ചോദ്യം പറിച്ചിലും സംശയം വേണ്ടമ്മേ.
അച്ഛൻ പറഞ്ഞോടെ പിന്നെ ഒരു സംസാരമില്ലാതെ നാളെ പോകാനുള്ള ഒരുക്കങ്ങൾ നോക്കി എല്ലാവരും. കുഞ്ഞിനെ കൊണ്ട് ആദ്യമാണ് യാത്ര. അതും കുറച്ചധികം ദൂരം. നീലിമയ്ക്ക് ആശങ്കയില്ലാതെ ഇല്ല. പിന്നെ എല്ലാവരും കൂടെ ഉണ്ടല്ലോ എന്ന ആശ്വാസം. ജിതിൻ കൂടി വന്നതോടെ അമ്മമ്മ എല്ലാവർക്കും കഴിക്കാനെടുത്തു. നാളെ നേരത്തെ എണീക്കേണ്ടതാണ്. അത്രയും ദൂരം പോകേണ്ടതുമാണ്. എല്ലാവരും കഴിച്ച് വേഗം കിടന്നു. വിശേഷം പറച്ചിലും സംസാരം നാളെ പോകും വഴിയാകാം. അമ്മമ്മ പറഞ്ഞോടെ അധികം സംസാരിച്ച് സമയം കളയാതെ എല്ലാവരും കഴിച്ചു കിടന്നു. മുറിയിൽ വന്ന് കിടന്നതേ നില ഫോൺ എടുത്ത് വിശ്വത്തിന്റെ കോൾ ചെയ്തു. 2-3 ദിവസമായി മെസ്സേജ് അയക്കാൻ മാത്രം ഉള്ളൂ. വിളിച്ച് സംസാരിക്കാൻ ഒന്നും സമയം കിട്ടിയിരുന്നില്ല. ഇത്തിരി പരിഭവം പ്രതീക്ഷിച്ചു തന്നെയാണ് അവൾ കോൾ ചെയ്തത്. പക്ഷേ അവൻ കോൾ എടുത്തില്ല. 2-3 വട്ടം ഇത് തന്നെ ആയപ്പോൾ അവൾക്ക് ചെറിയ ആശങ്ക തോന്നാതിരുന്നില്ല. വേഗം വൃന്ദയെ വിളിക്കാൻ തുടങ്ങുന്ന നേരമാണ് വിശ്വത്തിന്റെ ഒരു മെസ്സേജ് അവൾക്ക് വന്നത്. പ്രണയകാലത്തിൽ ഇത്തിരി പിണക്കവും പരിഭവവും പരാതിയും വേണ്ടേ? എന്നാലല്ലേ അതിനിത്തിരി മധുരം കൂടൂ. ആ മെസ്സേജ് കണ്ട് അവൾ താഴേക്ക് കൈയും കൊടുത്തിരുന്നു പോയി. ദൈവമേ, ഈ നാളെ ചെല്ലുമ്പോൾ എന്നെ അറിയില്ലെന്ന് പറയോ? ഇങ്ങേര് കോളേജിൽ പഠിപ്പിക്കാൻ തന്നെയല്ലേ പോണേ? ഫോൺ മാറ്റി വെച്ച് കിടക്കുന്ന നേരം അവൾ അറിയാതെ സ്വയം ചോദിച്ചു പോയി. തുടരും. സ്നേഹത്തോടെ, അഭിനവി.